നമസ്കാരം. മധ്യപ്രദേശിലെ മൊറീന ജില്ലയിലെ കരിഹാർ മദ്രസയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മധ്യപ്രദേശ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ നിവേദിത ശർമ്മയുടെ നേതൃത്വത്തിൽ മദ്രസ ആയിഷ ഇസ്ലാമിയയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രജിസ്റ്ററിൽ 448 കുട്ടികളുടെ പേരുകളുണ്ട് എങ്കിലും പരിശോധനാ സമയത്ത് 2 മുറികളിലായി ആകെ 35 കുട്ടികൾ മാത്രമാണ് അവിടെ ഹാജരായി ഉണ്ടായിരുന്നത്. ബാക്കി 400-ലധികം കുട്ടികളുടെ പേരുകൾ എവിടെ നിന്ന് വന്നു? ഇത് വ്യക്തമാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ സർക്കാർ ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും തട്ടിയെടുക്കാനായി ബോധപൂർവം നടപ്പിലാക്കിയ വൻ അഴിമതി നടക്കുന്നു എന്നതാണ്. ഈ മദ്രസയിലെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുട്ടികളിൽ ഏകദേശം 90% ഹിന്ദു കുട്ടികളാണ്. ഭാരതത്തിലെ ചില തീവ്ര ഇസ്ലാമിക കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ആസൂത്രിതമായി നടപ്പിലാക്കപ്പെടുന്ന അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദു സമൂഹത്തിലെ സാധാരണക്കാരായ കുട്ടികളെയും അവരുടെ അജ്ഞതയും ചൂഷണം ചെയ്തുകൊണ്ട് മതപരമായ അച്ചടക്കമോ വിദ്യാഭ്യാസ ഗുണനിലവാരമോ ഇല്ലാത്ത ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അവരെ ആകർഷിക്കുകയോ അവരുടെ പേരുകൾ വ്യാജമായി ചേർക്കുകയോ ചെയ്യുന്നത് വലിയൊരു ഗൂഢാലോചനയാണ്. നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും എതിരായ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ താവളമൊരുക്കുന്നു. ഹിന്ദു കുട്ടികളുടെ പേരുകൾ അവരുടെ അറിവില്ലായ്മയിൽ ഉപയോഗപ്പെടുത്തി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈക്കലാക്കുന്ന ഈ ഒരു രീതി ഒരുതരം സാംസ്കാരിക അധിനിവേശമായി വേണം കാണാൻ. ഇതിനെതിരെ സമൂഹം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കും കുട്ടികളുടെ നന്മയ്ക്കും വേണ്ടി സർക്കാരുകൾ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. എന്നാൽ ഈ ഫണ്ടുകൾ അർഹരായവരിലേക്ക് എത്തുന്നതിന് പകരം ചില പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് ചോർന്നു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മൊറീനയിലെ ഈ സംഭവം. വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ സമൂഹത്തിന് വലിയൊരു ഭാരമാണ്. നിയമത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്ന ഈ ഒരു പ്രവൃത്തിയെ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല. ഇത്തരം വ്യാജ സ്ഥാപനങ്ങളുടെ വേരറുക്കേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ദേശീയ ചിഹ്നങ്ങളെയും പതാകയും ആദരിക്കുക എന്നത് ഓരോ പൗരൻ്റെയും പ്രഥമ കർത്തവ്യമാണ്. എന്നാൽ മൊറീനയിലെ മദ്രസയിൽ ദേശീയ പതാക മാന്യമായ രീതിയിൽ പ്രദർശിപ്പിക്കുകയോ ആദരിക്കുകയോ ചെയ്യാതെ ചുരുട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഇത് രാജ്യത്തോടുള്ള തികഞ്ഞ അനാദരവും ദേശവിരുദ്ധ മനോഭാവവുമാണ് വ്യക്തമാക്കുന്നത്. കുട്ടികളിൽ ദേശസ്നേഹവും രാജ്യസ്നേഹവും വളർത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ദേശീയതയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥയാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നത്. രാജ്യത്തിൻ്റെ ചോറ് തിന്ന് വളർന്നിട്ട് ദേശീയ പതാകയെ കാൽ കീഴിൽ ഒതുക്കുന്ന ഇത്തരം ശക്തികളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടുമില്ല. കർശനമായ ദേശസ്നേഹ നിയമങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് മേൽ നടപ്പിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് അവരുടെ മൗലിക അവകാശമാണ്. എന്നാൽ ഈ മദ്രസ പ്രവർത്തിച്ചിരുന്നത് വെറും 2 മുറികളിലാണ്. അവിടെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായി വേണ്ട ടോയ്ലറ്റ് സൗകര്യങ്ങളോ കുടിവെള്ളമോ പോലും ഉണ്ടായിരുന്നില്ല. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരേ മുറിയിലാണ് ഇരുത്തി പഠിപ്പിച്ചിരുന്നത്. അധ്യാപകർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയോ പരിശീലനമോ ഉണ്ടായിരുന്നില്ല. മദ്രസയുടെ ഓഫീസിൽ ഗോതമ്പ് ചാക്കുകൾ കൂട്ടിയിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇത് കുട്ടികളുടെ പഠന സ്ഥലമാണോ അതോ ഗോഡൗൺ ആണോ എന്ന് സംശയിച്ചു പോകും. കുട്ടികളുടെ ആരോഗ്യത്തെയും മാനസിക വളർച്ചയും തകർക്കുന്ന ഇത്തരം ക്രൂരതകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ കടമ കൂടിയാണ്. മദ്രസയുടെ രേഖകളിൽ പട്ടികപ്പെടുത്തിയിരുന്ന കുട്ടികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി വർഷങ്ങളായി എത്രത്തോളം സർക്കാർ ഗ്രാന്റുകളും ആനുകൂല്യങ്ങളുമാണ് ഇവർ വെട്ടിച്ചതെന്ന് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണം. വിദ്യാർത്ഥി സ്കോളർ രജിസ്റ്ററുകൾ, ഹാജർ രജിസ്റ്ററുകൾ, അധ്യാപക രേഖകൾ, പോലീസ് വെരിഫിക്കേഷൻ, ഉച്ചഭക്ഷണ രേഖകൾ തുടങ്ങിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥാപനം നടത്തേണ്ട അടിസ്ഥാനപരമായ രേഖകൾ പോലും സൂക്ഷിക്കാതെയാണ് ഇത്രയും കാലം ഇവർ കോടികളുടെ തട്ടിപ്പ് നടത്തിയിരുന്നത്. ജനങ്ങളുടെ നികുതി പണം ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വ്യക്തിഗത ലാഭത്തിനുമായി ചോർത്തി നൽകുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബികളെയും വെളിച്ചത്ത് കൊണ്ടുവരണം. അഴിമതികളുടെ വേരുകൾ തോണ്ടിയെടുത്ത് ഇതിന് കൂട്ടുനിന്ന മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നൽകണം. രാജ്യത്ത് മദ്രസകൾ പ്രവർത്തിക്കുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ലെങ്കിലും അവ ഭരണഘടനയ്ക്ക് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കും വിധേയമായിരിക്കണം. എന്നാൽ പല മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ യാതൊരുവിധ സുതാര്യതയുമില്ലാത്ത സമാന്തര വിദ്യാഭ്യാസ രീതികളാണ് നടപ്പിലാക്കുന്നത്. ആധുനിക ശാസ്ത്രമോ ചരിത്രമോ പഠിപ്പിക്കാതെ മത തീവ്രവാദത്തിലേക്കും വിഘടനവാദത്തിലേക്കും കുട്ടികളെ നയിക്കുന്ന രീതികൾ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് എന്നത് രഹസ്യമല്ല. മൊറീനയിലെ മദ്രസയിലുണ്ടായ സംഭവങ്ങൾ ഈ ആശങ്കകളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. കുട്ടികളുടെ മനസ്സിൽ ഭാരതീയ സംസ്കാരത്തോടും ദേശീയതയോടുമുള്ള എതിർപ്പ് വളർത്തുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികളാണ് ഇത്തരം ഇടങ്ങളിൽ നടപ്പിലാക്കുന്നത്.
ഇസ്ലാമിക അജണ്ടകളുടെ പേരിൽ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ കണ്ടെത്താനും അമർച്ച ചെയ്യാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. മധ്യപ്രദേശ് സർക്കാരും ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ഈ വിഷയത്തിൽ കാണിച്ച ഇച്ഛാശക്തി അഭിനന്ദനാർഹമാണ്. യാതൊരുവിധ ഒത്തുകളിക്ക് നിൽക്കാതെ മദ്രസ ഉടനടി സീൽ ചെയ്യാനും അഫിലിയേഷൻ റദ്ദാക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. നിയമം ലംഘിക്കുന്ന ഏത് സ്ഥാപനമായാലും അത് എത്ര വലിയ സ്വാധീനമുള്ളതാണെങ്കിലും നടപടി നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. മദ്രസയുടെ ഡയറക്ടറും പ്രിൻസിപ്പളും ഒളിവിലാണ് എന്നത് ഇവർ ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. അധ്യാപകരായി നിന്നവരാരും യോഗ്യത ഉള്ളവരായിരുന്നില്ല എന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ കപടമുഖം തുറന്നു കാട്ടുന്നു. ഇത്തരം പരിശോധനകൾ രാജ്യത്തുടനീളമുള്ള എല്ലാ മദ്രസകളിലും മറ്റ് മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം കമ്മീഷൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എല്ലാ കുട്ടികളുടെയും യഥാർത്ഥ സ്ഥിതി പരിശോധിച്ച ശേഷം അടുത്തുള്ള അംഗീകൃത പ്രൈമറി സ്കൂളുകളിൽ അവർക്ക് പ്രവേശനം നൽകണമെന്ന നിർദ്ദേശമാണ്. മദ്രസകളുടെ പേരിൽ ഇരുണ്ട ലോകത്തേക്ക് തള്ളിയിടപ്പെടേണ്ടിയിരുന്ന നൂറുകണക്കിന് കുട്ടികളുടെ ഭാവിയാണ് ഇതിലൂടെ രക്ഷപ്പെടുന്നത്. ഹിന്ദു കുട്ടികളെയും മറ്റു സാധാരണക്കാരായ കുട്ടികളെയും ഇത്തരം വ്യാജ കേന്ദ്രങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മികച്ച സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് അവർക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ശരിയായ പൗരബോധവും ലഭിക്കുന്നത്. മതം നോക്കാതെ എല്ലാ കുട്ടികൾക്കും തുല്യ അവസരവും സുരക്ഷിതമായ ചുറ്റുപാടും ഉറപ്പാക്കുക എന്നതാണ് ഒരു യഥാർത്ഥ സർക്കാരിൻ്റെ ധർമ്മം. അത്തരം കുട്ടികൾക്ക് ശാസ്ത്രീയവും ആധുനികവുമായ വിദ്യാഭ്യാസം നൽകി രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തം കൂടിയാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക ദേശീയതയെയും ആഭ്യന്തര സുരക്ഷയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബാഹ്യ ആഭ്യന്തര ശക്തികളുടെ ഗൂഢ നീർച്ചാലുകളാണ് ഇത്തരം മദ്രസകൾ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഓരോ ഭാരതീയനും ജാഗരൂകനാകേണ്ടതുണ്ട്. ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ കപടമുഖം ഈ സംഭവത്തിലൂടെ വീണ്ടും തുറന്നു കാട്ടപ്പെടുകയാണ്. ദേശസ്നേഹത്തെയും ദേശീയ ചിഹ്നങ്ങളെയും അവഹേളിക്കുന്നവരെയും വ്യാജ രേഖകളിലൂടെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവരെയും ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ഭാരതത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിനായി ഇത്തരം സ്ഥാപനങ്ങൾക്ക് മേൽ സ്ഥിരമായ നിരീക്ഷണവും കർശനമായ പരിശോധനകളും ഏർപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. മൊറീനയിലെ കരിഹാർ മദ്രസയിൽ നടന്ന സംഭവങ്ങൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. മദ്രസകളിലെ രജിസ്ട്രേഷനുകളും കുട്ടികളുടെ ഹാജരും പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുകയും സർക്കാർ ഫണ്ടുകൾ നൽകുന്നതിന് മുമ്പ് കർശനമായ ഓഡിറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും വേണം. യോഗ്യതയില്ലാത്ത അധ്യാപകരെയും കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുള്ള സ്ഥാപനങ്ങളെയും ഒട്ടും ദയവില്ലാതെ അടച്ചുപൂട്ടണം. മതവിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ദേശവിരുദ്ധ ആശയങ്ങൾ കുത്തിവെക്കുന്ന പാഠ്യ പദ്ധതികൾ നിരോധിക്കുകയും എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭാരതത്തിൻ്റെ ഭാവി തലമുറയെ ദേശസ്നേഹമുള്ളവരും അറിവുമുള്ളവരുമാക്കി വളർത്താൻ ഇത്തരം ശുദ്ധീകരണ യജ്ഞങ്ങൾ രാജ്യവ്യാപകമായി ഇനിയും ശക്തമായി തുടരേണ്ടതുണ്ട്. മൊറീനയിലെ മദ്രസയിൽ നടന്ന ഈ പരിശോധനയും തുടർ നടപടികളും ഭാരതീയ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഭരണകൂടത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും നടത്തുന്ന ഏത് സ്ഥാപനമായാലും അവ എത്ര ശക്തമാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും സുരക്ഷിതമായ ചുറ്റുപാടും നൽകുക എന്നതാണ് ഏതൊരു സർക്കാരിൻ്റെയും പ്രഥമ പരിഗണന. എന്നാൽ മദ്രസകളുടെ പേരിൽ കുട്ടികളുടെ ഭാവി ചൂഷണം ചെയ്യുകയും സർക്കാർ ഫണ്ടുകൾ വ്യക്തിഗത നേട്ടങ്ങൾക്കായി തട്ടിയെടുക്കുകയും ചെയ്യുന്ന പ്രവണത രാജ്യത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന ഒന്നാണ്. ദേശസ്നേഹത്തെയും ദേശീയ പതാകയെയും അപമാനിക്കുന്നവർക്ക് ഈ മണ്ണിൽ യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് ഇത്തരം നടപടികൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധനകളും സുതാര്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. ഹിന്ദു കുട്ടികളുടെ പേരുകൾ വ്യാജമായി ചേർത്ത് അവരറിയാതെ ഇത്തരം സ്ഥാപനങ്ങളുടെ കണക്കുകളിൽ ഉൾപ്പെടുത്തുന്ന ഗൂഢനീക്കം ഉടൻ തന്നെ അവസാനിപ്പിക്കണം. കുട്ടികൾക്ക് മതപരമായ പഠനങ്ങൾക്കൊപ്പം ശാസ്ത്രീയവും ആധുനികവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ അവരെ അത്തരം വ്യാജ കേന്ദ്രങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മികച്ച സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് മാറ്റേണ്ടതും അനിവാര്യമാണ്. മധ്യപ്രദേശ് സർക്കാർ കാണിച്ച ഈ ഒരു ഇച്ഛാശക്തി രാജ്യത്തുടനീളം മാതൃകയാക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ദേശീയ ചിഹ്നങ്ങളെയും മാനിക്കാത്ത, നിയമം ലംഘിക്കുന്ന ഏത് സംവിധാനത്തിനെതിരെയും കർശനമായ നടപടികൾ തുടരുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. ഭാരതത്തിൻ്റെ ഭാവി തലമുറയെ ദേശസ്നേഹമുള്ളവരാക്കി വളർത്താൻ ഇത്തരം ശുദ്ധീകരണ നടപടികൾ ഇനിയും ശക്തമായി തുടരേണ്ടതുണ്ട്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.